الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റഹ്മാനായ റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ വിശുദ്ധ റമളാൻ വിട പറയുകയാണ്. ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ചയാവാനാണ് സാധ്യത ഈ റമളാനിൽ. ഇത് വളരെ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു അത്ഭുതമാണ്. എപ്പോഴാണോ വരുന്നത് അതുപോലെ ഇത് കടന്നു പോകും. ഒരർത്ഥത്തിൽ ജീവിതവും അങ്ങനെയാണ്. എന്ന് വരുന്നു എന്ന് നമുക്ക് നിശ്ചയം പോരാ. അതുപോലെ ഒരു ദിവസം പോകും. മിന്നൽ പ്രകാശം പോലെ വളരെ പെട്ടെന്നത് കടന്നു പോകുന്നു എന്നുള്ളതൊരു അത്ഭുതമാണ്. എത്രമേൽ അനുഗ്രഹം അല്ലാഹു ഇറക്കിയ മാസമാണ് ഈ റമളാൻ എന്ന് ഈ വേർപാടിന്റെ വേളയിൽ നമ്മൾ ഓർക്കുന്നു. ഇത് ഖുർആൻ അല്ലാഹു ഒരു ജനതയ്ക്ക് ഇറക്കി കൊടുത്ത മാസമാണ്. ഖിയാമം വരെയുള്ള ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഖുർആൻ കൊണ്ട് അനുഗ്രഹീതമായ മാസം. മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കാൻ കാത്തിരിക്കുന്ന മാസം. അവന്റെ പ്രാർത്ഥനകൾ അല്ലാഹു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മാസം. അവന്റെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന മാസം. വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, എല്ലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. അവനോട് പറയുക. അവൻ മാപ്പാക്കാത്തതൊന്നുമില്ല. മനുഷ്യനെ മറക്കാൻ പറ്റാത്തതുള്ളൂ. അല്ലാഹു മറക്കും, പൊറുക്കും. കരള് കടിച്ചു മാന്തിയതായിരുന്നില്ലേ? ചൂഴ്ന്നെടുത്തിരുന്നില്ലേ കണ്ണുകൾ? വെട്ടിമാറ്റപ്പെട്ടിരുന്നില്ലേ വിരലുകൾ? ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ സിംഹഗർജനം. പക്ഷെ ആ പാതകം നടത്തിയ വഹ്ശിയെ പിന്നെ നമ്മൾ എവിടെ കാണുന്നു? ഇസ്ലാമിന്റെ മുന്നണി പോരാളിയായി കാണുന്നു. ചേർത്തു പിടിക്കാൻ സാധിക്കുന്നു പ്രവാചകന്. അത് വഹ്യാണ്. പക്ഷെ എന്നിട്ടും ഈ പ്രവാചകൻ ഒരു മനുഷ്യനായതുകൊണ്ട് വഹ്ശി കഴിയുന്നിടത്തോളം നേരെ മുന്നിൽ വന്നിരിക്കരുത്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ ഹംസയെ ഓർമ്മ വരും.
അതെന്നെ നിയന്ത്രണ വിധേയമല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് വിജംഭൃതമാക്കും മനുഷ്യനെ. മനസ്സ് വല്ലാത്തൊരു വിഷാദത്തിലേക്ക് കടന്നു പോകും. ഖിയാമം വരെയുള്ള ലോകത്തെ മുഅ്മിനീങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. വഹ്ശി ഇബ്ൻ ഹർബ് റളിയല്ലാഹു അൻഹു, അല്ലാഹു ആ മനുഷ്യനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം. അതാ റബ്ബിന്റെ കരുണ. തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യൻ അന്ന് വിളിച്ചൊരു വിളിയുണ്ട്, യാ ഇബാദി എന്നാ വിളി, എന്റെ അടിമകളെ എന്നാ വിളി. ആർക്ക് സാധിക്കും അങ്ങനെ വിളിക്കാൻ? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത മനുഷ്യരെ, എന്റെ അടിമകളെ, ലാ തഖനതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. വീണ്ടും നിങ്ങൾ ആശിക്കുക ഏത് പാതകം ചെയ്തവനോടും, എത്ര വലിയ വൃത്തികെട്ട് കേട് ചെയ്തവനോടും, അവനോട് പൊറുക്കാൻ, അവന് പുറത്തു കൊടുക്കാൻ. അതാണ് പരിശുദ്ധ റമളാൻ. റമളാനെ കുറിച്ച് 2 ആയത്തുകൾ തുടർച്ചയായിട്ട് ഖുർആനിൽ വന്നു. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, ബഖറ സൂറത്ത്. ജനങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കി, നിങ്ങളുടെ മുമ്പുള്ള ജനതക്ക് നിയമമാക്കിയതുപോലെ. പിന്നെ വന്നു ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. നീതി പുലർത്താൻ സാധിച്ചോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഹൃദയത്തിലേക്ക് പോകട്ടെ. 10-20 ദിവസങ്ങൾ കടന്നുപോയി റമളാനിൽ. എത്രത്തോളം ഖുർആൻ നമ്മളായിട്ട് ബന്ധപ്പെട്ടു, ആ വരികൾ നമ്മളായിട്ട് എന്തൊക്കെ സംസാരിച്ചു, നമ്മൾ അതിനായിട്ട് പുലർത്തിയ സമീപനം എന്ത്? വെള്ളിയാഴ്ചകൾ 4 കടന്നുപോയിട്ട് ഒരു അൽകഹഫ് മറിച്ചു നോക്കാൻ നേരം കിട്ടാതെ പോയ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണോ നമ്മൾ എന്ന ഒരു ആത്മപരിശോധന. അവിടെയാണ് ഈ 2 ആയത്തുകൾ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയുന്ന ഒരു സംഗതിയാണ് ഓതി വെച്ച ആയത്ത്. ബഖറ സൂറത്തിലെ 186-ാമത്തെ ആയത്ത്. വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ ചോദിച്ചാൽ നബിയേ താങ്കളോട്, അന്നി എന്നെ കുറിച്ച്, എന്നെ പറ്റി എന്റെ അടിമകളെങ്ങാനും നിന്നോട് ചോദിച്ചാൽ അവരോട് പറയുക, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത്തദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും. ഇദാ ദഅൻ, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, അതുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കുക, എന്നിൽ വിശ്വസിക്കുക. ലഅല്ലഹും യർഷുദൂൻ, അവര് നേർമാർഗം പ്രാപിക്കുന്നവരാകാൻ, അവര് സന്മാർഗം പുൽകുന്നവരാകാൻ. അത് അല്ലാഹ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഒരു തെറ്റ് ജീവിതത്തിൽ പറ്റി, അല്ലെങ്കിൽ ഒരുപാട് തെറ്റ് പറ്റി, നമ്മൾ എഴുതി തള്ളുന്നില്ല. അള്ളാന്റെ ഒരു പ്രത്യേകത അതാണ്. നരകം അല്ലാഹ് പടച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് റബ്ബിന്റെ കാരുണ്യമാണ്. എന്തിനെ അല്ലാഹ് നരകം പടച്ചെന്ന് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. അത് അള്ളാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പാവം മക്കളെ, മനുഷ്യരെ ക്രൂരമായി കൊല ചെയ്യുന്ന മനുഷ്യന്മാർ, പകരം അവർക്ക് എന്താ ദുനിയാവെന്ന് കൊടുക്കാനുള്ളത്? എല്ലാ ബുദ്ധിരാക്ഷസന്മാരും ഒന്നിച്ചെന്ന് പറഞ്ഞാലും പരമാവധി ആ ഒരു വ്യക്തിയെ കൊല്ലുക എന്നുള്ളതാണ്. അത് പോരാ, കണ്ണുനീരുകൾക്കത് പോരാ, ആഴക്കടലിന്റെ കണ്ണുനീരുകൾക്കത് പോരാ, ആളിക്കത്തുന്ന സ്വപ്നങ്ങളുടെ നൊമ്പരങ്ങൾക്ക് അത് പോരാ. അനന്തമായ കാലത്തോളം അവരെ നരകത്തിലിട്ട് ശിക്ഷിക്കണം. അതിനാണ് അല്ലാഹുവിന്റെ തീരുമാനം. അതിന് കരുണയുടെ ഭാഗമായിട്ടുള്ള നരകം പോലും പടച്ചു. അതാണ് നരകം. ഈ ക്രൂരന്മാരെ നമ്മൾ എന്ത് ചെയ്യും? ദുനിയാവിന് എന്ത് കൊടുക്കാൻ കഴിയും? സ്വാധീനങ്ങൾ ഉപയോഗിച്ച്, മേൽക്കോയ്മകൾ ഉപയോഗിച്ച്, ആയുധങ്ങളുടെ കൂമ്പാരങ്ങളുടെ പെരുമ്പറ കാണിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കയറിപ്പോയ ഇവർക്ക് കൊടുക്കാനൊന്നുമില്ല ദുനിയാവിൽ. അവർക്ക് കൊടുക്കാൻ നരകം ആവശ്യമാണ്. അത് അള്ളാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭീകരമായ നരകത്തിൽ നിന്ന് അള്ളാഹു അടുത്തത് നൽകപ്പെടുന്ന, മോചനം നൽകപ്പെടുന്ന ദിവസങ്ങളുടെ മുഹൂർത്തങ്ങൾ അള്ളാഹു അടുക്കി വെച്ച ലൈലത്തുൽ ഖദർ എന്ന അനുഗ്രഹീതമായ രാത്രി, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളും അള്ളാഹു തീരുമാനിക്കുന്ന, ഒരു മനുഷ്യന്റെ വികാരം, അവന്റെ വിചാരം, അവന്റെ ദുഃഖം, അവന്റെ സങ്കടം,
അവന്റെ ഉയർച്ച, അവന്റെ തളർച്ച, അവന്റെ ദുഃഖം, അവന്റെ ആദി, അവന്റെ പുരോഗതി, അവന്റെ അധോഗതി, എന്തൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉത്ഥാന പതനങ്ങളിൽ അവൻ അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവൻ ഒറ്റ വർഷത്തെ അവന്റെ റിസ്ക് അടക്കം അല്ലാഹു തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഈ രാത്രിക്ക് ഖദർ എന്ന് അല്ലാഹു പേര് നൽകി. അതാണ് ഖദർ. എപ്പോ നമ്മൾ അറിയിച്ചു തന്നിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളൊക്കെ അതിന് സാധ്യതയുള്ളതാണ്. കഴിഞ്ഞു പോയോ എന്ന് പറഞ്ഞുകൂടാ. അള്ളാഹു ലൈലത്തുൽ ഖദർ പുൽകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അള്ളാഹ് അടുക്കി വെച്ച് തന്നതാ. ഹ്രസ്വമായ ആയുസ്സേ നമുക്കുള്ളൂ. എത്ര പാർക്കാൻ പറ്റിയ ഭൂമിയിൽ എന്തൊക്കെ ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും അത്യാധുനികമായ എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചാലും പരമാവധി എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിൽ. അത് കഴിയുമ്പോ ചുറ്റുഭാഗം കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ. കാട് പിടിച്ച് കിടക്കുന്ന കാടിന്റെ അടിയിൽ ഓർമ്മകൾ കിനിയുന്ന കുറെ മുഖങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ അവിടെ കിടക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അവർക്ക് സലാം പറഞ്ഞു പോരുമ്പോ പിന്നെ അവരോട് അവസാനം പറയാണ്, ഞങ്ങളും അടുത്ത് വന്ന് കിടക്കാനുള്ളവരാണ്. അതാ മനുഷ്യന്റെ അവസ്ഥ. ഈ മനുഷ്യനോടാണ് അല്ലാഹ് പറയുന്നത് രക്ഷപ്പെടാൻ, മോചനം തേടാൻ. റമദാൻ അങ്ങനെ ആക്കിയോ നമ്മളെ ആലോചിക്കുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകുവാൻ വേണ്ടി അല്ലാഹു റമദാൻ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾക്ക് തഖ്വ അല്ലാഹു നൽകുവാൻ വേണ്ടി തഖ്വ ഉണ്ടാകണം. അതിനാ നോമ്പ്, അതിനാണ് റമദാൻ. ഖുർആന്റെ അവതരണം. ഹൃദയത്തിലേക്ക് ഖുർആൻ വന്നു ആലോചിക്കുക. വലഖദ് യസ്സർനൽ ഖുർആൻ ഫഹൽ മിൻ മുദ്ദക്കിർ. എത്ര എളുപ്പമാക്കി തന്നു നിങ്ങൾക്ക് ഖുർആൻ. അള്ളാന്റെ വാക്കാ. നിങ്ങൾക്ക് ഖുർആൻ എളുപ്പമാക്കി തന്നു. അള്ളാഹ് വെറുതെ പറയില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് എന്താണ് മെനക്കെടണം, കുറച്ചു നേരം അതിനു വേണ്ടി മെനക്കെടണം. വലഖദ് യസ്സർനൽ ഖുർആന ഫഹൽ മിൻ മുദ്ദക്കിർ. ഇത് ഹൃദയത്തിൽ അങ്ങോട്ട് ഏറ്റുവാങ്ങിയപ്പോൾ ആ ബദർ സംഭവിച്ചത്. 313 ആളുകൾ, ആയിരങ്ങളെ തോൽപ്പിച്ചത് ബദറിന്റെ ചരിത്രവും ഈ റമദാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ എല്ലാ നഷ്ടങ്ങളും നബിയുടെ ജീവിതത്തിൽ നിന്ന് വകഞ്ഞു മാറി. എല്ലാ പരീക്ഷണങ്ങളും അവിടുത്തെ ജീവിതത്തെ തളർത്തിയെന്ന് പലരും കരുതി തളർത്താതെ അട്ടിയോടിക്കപ്പെട്ട ഒരു നാടുണ്ട്, ജന്മനാട്. അത് മഷ്ക, ഉമ്മുൽ ഖുറ, വിശുദ്ധ മക്ക. അവിടേക്കൊരു വരവുണ്ട്. അതൊരു വല്ലാത്തൊരു വരവാണ്. മുകൾ ഭാഗത്ത് കൂടി ഖാലിദ് ഇബ്നുൽ വലീദ്, മക്കയുടെ താഴ്ഭാഗത്ത് കൂടി പുണ്യനബിയുടെ നേതൃത്വത്തിൽ അങ്ങനെ 2 സംഘമായിട്ട് മക്കയിലേക്ക് എത്തുന്നു. അത് ഫത്ഹ് മക്ക എന്നതിന് ലോകം പേര് വിളിച്ചു. ഇനി ഈ നബി എങ്ങും പോകണ്ട, ഇനി അട്ടിയോടിക്കപ്പെടാൻ ആളില്ല. ഇനി നബി അവിടുത്തെ അധിപനായി അല്ലാഹു നിശ്ചയിക്കാൻ പോവുകയാണ്. അത് സംഭവിച്ചതും ഇതുപോലെ ഒരു വിശുദ്ധമായ റമദാനിൽ ഫത്ഹ് മക്ക. അതൊക്കെ ചരിത്രമാണ്. പറഞ്ഞു വന്നത് ഇത് നരക വിമോചനത്തിന്റെ. കുല്ലമാ നളജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ഖുർആൻ പറയാണ്, ഒരു തൊലി ഒരുങ്ങുമ്പോ വേറെ ഒരു തൊലി നാം പകരമിട്ട് കൊടുക്കും. ഒരു തൊലി ഒരുങ്ങുമ്പോ വേറെ ഒരു തൊലി. എന്നിട്ടോ ലിയദൂഖുൽ അദാബ്, ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുക. അല്ലാത്തൊരു വാക്കാണത്, ശിക്ഷ ആസ്വദിക്കുക. ആസ്വാദനം പാട്ടാ, ആസ്വാദനം കളിയാ, ആസ്വാദനം ഡാൻസാ. ശിക്ഷയ്ക്ക് എന്താ ആസ്വാദനം? പക്ഷെ അള്ളാന്റെ വാക്ക് നോക്കൂ, ലിയദൂഖുൽ അദാബ്, നിങ്ങൾക്ക് ശിക്ഷ ആസ്വദിക്കുവാൻ. ഓരോ തൊലി ഉരുകുമ്പോഴും അല്ലാഹു വേറെ ഒരു തൊലി ഇട്ടിട്ട് അതാ ഭീകരമായ നരകത്തിൽ ശിക്ഷിക്കുന്നു. അതുകൊണ്ടാണ് സഹധർമ്മിണിയോടൊരു വാക്കുണ്ട്, എന്റെ പൊന്നും, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, എന്റെ പൊന്നു മോളെ,
മകളെ വിളിച്ചിട്ടും സഹധർമ്മിണിയെ വിളിച്ചിട്ടൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ കാക്കണം എന്റെ മോളെ, അതിന് ബർക്കത്തിന് അമൽ ചെയ്യണം. ആയിഷ ബീവിയോടാണ് പറഞ്ഞത്, വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും എന്റെ ആയിഷ നീ നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കോ, അല്ലാഹുവിന്റെ ശിക്ഷ ഭീകരമാണ്. ആ ശിക്ഷ നല്ല രക്ഷപ്പെടുത്തുക. എന്താ നരകം എന്നറിയോ? തബൂക്കിന്റെ ഒരു യുദ്ധമുണ്ട്. ആ ചരിത്രം വായിക്കുമ്പോ ഞെട്ടിപ്പോകും പലപ്പോഴും. കൊടിയ വരൾച്ചയുള്ള കാലമാണ്, അതിശക്തമായ ചൂടുള്ള കാലമാണ്. സൂറത്ത് തൗബ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, അതിന് ബിസ്മില്ല. അതിശക്തമായ താക്കീദിന്റെ സ്വരങ്ങളാണ് അധ്യായത്തിൽ പോലും ധാരാളം അല്ലാഹു നിറച്ച് തന്നിട്ടുള്ളത്. അതില് കൂടുതലും പറയുന്ന കുറെ ഒരു വിഷയമുണ്ട്. ഈ തബൂക്ക് യുദ്ധത്തിൽ നിന്നും പിന്മാറിക്കളഞ്ഞ കുറച്ചാളുകളെ പറ്റി ഇറങ്ങിയ കുറെ ആയത്തുകളുണ്ട് അതിൽ. കാരണം അതൊരു ക്ലേശത്തിന്റെ കാലമാണ്, അതിശക്തമായ ചൂടിന്റെ കാലമാണ്, വരൾച്ചയുടെ കാലമാണ്. അപ്പോഴാണ് വഴി വരികയാണ്, തബൂക്ക് പോയി യുദ്ധം ചെയ്യണം. ആളുകളെ കൂട്ടി റസൂലുള്ള പോകാൻ തുടങ്ങുക. ഒന്നുമില്ല, യാത്രാ സാമഗ്രികളില്ല, മണലിൽ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന ഷൂ പോലും പലരുടെ കാലിലുമില്ല. നഗ്നപാതരായിട്ട് വേണം കിലോമീറ്ററുകളോളം അവർക്ക് സഞ്ചരിക്കാൻ. പോകുമ്പോ കപട വിശ്വാസികള് ഫിതന തുടങ്ങി. എവിടുക്കാ പോണത്? എന്തോ ഒരു ചൂടാണിത്. ഈ ചൂടുകാലത്ത് ഇങ്ങനത്തെ ഒരു യാത്ര എന്തൊരു അപകടം പിടിച്ച യാത്രയാണ്. ലാ തൻഫിറൂ ഹർറാ, നിങ്ങൾ ഈ ചൂടിൽ നിന്ന്, ഈ ചൂടുകാലത്ത് നിങ്ങൾ യാത്ര പോകരുത്. അങ്ങനെ പറഞ്ഞിട്ട് അവരെ മനസ്സ് ഇളക്കിയിരുന്നു. പക്ഷെ എന്നിട്ടും അവര് റസൂലുള്ളാഹിന്റെ കൂടെ പോയി. അത് വല്ലാത്തൊരു യാത്ര. ആ യാത്രയുടെ ഒരു തുടക്കമുണ്ട്. നബി ഇങ്ങനെ ഓരോരുത്തരോട് എന്തെങ്കിലും കൊണ്ടുവരണം, സാമഗ്രികൾ. കുതിര വേണം, ഒട്ടകം വേണം, സമ്പത്ത് വേണം, ദിർഹമ് വേണം, ദീനാറ് വേണം. ദീർഘമായ യാത്രയാണ്, യുദ്ധമാണ്. ഒന്നുമില്ല ആരുടെ അടുത്തും. സാമ്പത്തികമായിട്ട് വല്ലാതെ റസൂലുള്ള പ്രയാസപ്പെട്ട ഒരു ദിവസം. അങ്ങനത്തെ ഒരു പരീക്ഷണം നിറഞ്ഞ ഒരു യാത്ര. അപ്പോഴാണ് ഒരു പണക്കിഴിയുമായിട്ട് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. നോക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എത്ര കൊടുത്താലും മതി വരാത്തൊരു മനുഷ്യൻ. 20-ാമത്തെ വയസ്സ് മുതൽ അറബിയിലെ സമ്പന്നനാണ്. മരിക്കുമ്പോഴും ഉസ്മാൻ സമ്പന്നനാണ്. സമ്പത്ത് ദാനം ചെയ്തപ്പോ അള്ളാഹു അരിക്കോരിക്കൊടുത്ത ഉജ്ജ്വല വ്യക്തിത്വത്തിന്റെ പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ കിഴിങ്ങനെ പിടിച്ചു, ചോദിച്ചു, എന്താണ് ഉസ്മാൻ ഇതില്? അപ്പൊ വന്നു മറുപടി, നബിയേ, 1000 ദീനാറ്. ഇതിൽ 1000 ദീനാറ്, 100 ഒട്ടകം വേറെ, എന്റെ വക വേറെയും ഇതാ വരുന്ന്. അതിന് തൊഴിലാളികൾ തെളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിന് കേട്ടപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണങ്ങ് നനയുകയാണ്. ആ ചരിത്രം വായിച്ചപ്പോ ഞെട്ടിപ്പോയി. പണത്തിന് ഉമ്മ വെക്കുന്ന ഒരു മനുഷ്യനെ കാണണോ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ. ഉസ്മാൻ കൊണ്ടുവന്ന ഈ 1000 ദീനാറിന്റെ കിഴിക്ക് മുത്തുനബി ഒരു ചുംബനം ചാർത്തി. അത്രമേൽ കൊടിയ ദാരിദ്ര്യമുള്ള കാലമാണ്. ഉസ്മാനെ വല്ലാതെ നബി ഇഷ്ടപ്പെട്ട കാലവുമാണ്, നേരവുമാണ്. അതാണ് ആ യാത്രയുടെ ക്ലേശം. അങ്ങനെ പോവുക. പോണ പോക്കിൽ ആ വഴിയിൽ വെച്ചിട്ട് ചില ആളുകൾ പറഞ്ഞു, ഇനി മതി നബിയേ, യാത്ര സാധ്യമല്ല നബിയേ. ഈ ചൂടത്തുള്ള യാത്ര, മുകളിലെ ചൂട് സൂര്യന്റെ, താഴത്തെ ചൂട് മണലിന്റെ, പിന്നെ യുദ്ധമായത് കൊണ്ട് ഹൃദയത്തിന്റെയും ഉള്ളിലൊരു ചൂടുണ്ട്. കുടുംബത്തെ പിരിയണം, ദുനിയാവ് പിരിയണം, മോഹങ്ങൾ അസ്തമിക്കണം. പെട്ടെന്ന് വെട്ടേറ്റ് വീണാൽ 6 അടി മണ്ണിലേക്ക് ഒറ്റ നിമിഷം ഈ ലോകത്ത് നിന്ന് എല്ലാ സ്വപ്നങ്ങളും വഴിഞ്ഞു മാറ്റി കടന്നു പോകണം എന്ന ബോധമുള്ളപ്പോ ഉള്ളിലും ചൂട് വന്നതായിരിക്കണം. ആ സഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാത്ര ഒന്ന് മാറ്റിവെക്കുമോ? അത് റസൂലുള്ളാഹിന്റെ മനസ്സിനെ വല്ലാതെ ഇളക്കിപ്പോയി.
എന്തോ ഒരു ചോദ്യമാണ് ഈ ചോദ്യം. വഴി വന്നിട്ട് അനുയായികളെ കൊണ്ട് ഇങ്ങനെ പോകുമ്പോ പാതി വഴിയിൽ ഒരാളുടെ സംശയമാണ്, ഇതൊന്ന് മാറ്റിവെക്കാൻ പറ്റുമോ? അത് ഒരാളുടെ മാത്രം ചോദ്യമല്ല, അതൊരു തിര പോലെ അലയടിച്ചിട്ടവരുടെ ഒക്കെ ഉള്ളിലുള്ളൊരു വികാരമാണ്. ഒന്നിച്ച് ഇളകിപ്പോകുമോ അനുയായികളെന്ന് പുണ്യനബി ഭയപ്പെട്ടൊരു നേരമാണ്. അപ്പോഴേക്ക് നെറ്റിത്തടത്തില് വിയർപ്പ് തുള്ളികൾ അലങ്കൃതമാവുകയാണ്. ജിബ്രീൽ പാറിപ്പറന്ന് കടന്നു വരികയാണ്. ഒരായത്ത് കൂടി വിശുദ്ധ ഖുർആനിലേക്ക് ആലേഖനം ചെയ്യപ്പെടുകയാണ്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണേ, നരകത്തിന്റെ ചൂട് ഈ ചൂടിനേക്കാൾ ഒരുപാട് 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 ഇരട്ടിയാണെന്ന് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണേ നബിയെ. ആയത്തങ്ങ് ഒതിക്കൊടുത്തപ്പോ പിന്നെ അവര് നിശ്ചലരായി. നബിയുടെ കൂടെ പോകേ നിവൃത്തിയുള്ളൂ. മിണ്ടാതെ തബൂക്ക് വരെ അവരങ്ങനെ നടന്നുപോയി. തബൂക്കിൽ യുദ്ധം ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോഴൊക്കെ ശത്രുക്കളൊക്കെ പോയി, പേടിച്ചു പോയി. ഇവരത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടപ്പോ. അള്ളാന്റെ തീരുമാനം ഈ യാത്രയുടെ ഒരു പരീക്ഷണം അള്ള കൊടുത്തതാ. ഇതിൽ വരാതെ നിന്നു മൂന്നാളുകൾ, അവരെ പറ്റി എന്ന് തുടങ്ങുന്ന ദീർഘമായ ആയത്തുകൾ. എത്രയാണ്, ആ പേജ് കണക്കിനാണ് ഈ വിഷയം പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നരകത്തിന്റെ ഭീകരതയാണ്. അതിന് രക്ഷപ്പെടണം, അതിന് എഴുത്തക്ക് കിട്ടണം, അതിന് മോചനം കിട്ടണം. ഒറ്റ മിനിറ്റ് പോലും താങ്ങാനാവൂല്ല. ഏറ്റവും ലളിതമായ ശിക്ഷ നരകത്തിലെ നിങ്ങൾക്കറിയുമോ? സഹാബത്ത് കാതുകൂർപ്പിച്ചു. അപ്പൊ പറഞ്ഞു, 2 ചെരുപ്പാണ്, വേറെ ഒന്നും അയാൾക്കില്ല. പക്ഷെ ഈ ചെരുപ്പ് ധരിക്കുന്നതോടെ അയാളെ തലച്ചോറ് പതഞ്ഞു ഉരുകുകയാണ്. അതാണ് ഭീകരമായ നരകം. അയാള് വിളിച്ചു പറയുന്നുണ്ട്, റബ്ബേ എത്ര ശിക്ഷ വേറെ ആൾക്കിലുണ്ടോ? അതാണ് നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടൊക്കെ തീരും. പോയ ആളുകൾ ഒരുപാട് പോയി, നമ്മൾ പോകും. ആ ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ഭീകരമായ നരകത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ഒരുപാട് സംഗതികളുണ്ട്. ഫിത്ർ സക്കാത്ത് മറക്കണ്ട, പ്രധാനപ്പെട്ട സംഗതിയാണ്. ലൈലത്തുൽ ഖദറിന്റെ കാര്യം സൂചിപ്പിച്ചു. പരമാവധി ഇബാദത്ത് റസൂലുള്ളാഹിന്റെ ഒരു ജീവിതം പറയുന്നുണ്ട്. ആയിഷ ബീവിയാണ് അത് പങ്കുവെക്കുന്നത് നമ്മളോട്. റമളാന്റെ അവസാന ഭാഗമായാൽ അവിടുത്തെ ഉടുപ്പ് ഒന്ന് മുറുക്കി ഒരു എടുത്തിട്ട് ഹദീസിന്റെ പ്രയോഗം, ഒറ്റ മുറുക്കി ഒരു എടുക്കുക. പഴയകാലത്ത് യോദ്ധാക്കളൊക്കെ യുദ്ധത്തിന് പോകുമ്പോ കച്ച കെട്ടുക എന്നാണ് അതിന് പറയുക. ഒരു അരന്ന് മുറുക്കിയെടുക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അര മുറുക്കുക, അത് വല്ലാത്തൊരു പ്രയോഗ. തയ്യാറാകുകയായിരുന്നു നബി, ആരാധനക്ക് തയ്യാറാകുകയായിരുന്നു. ഭൗതികമായ ചിന്തയിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കുകയായിരുന്നു. ഒന്ന് പോകാൻ, ഒരു യാത്രയെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ. വെള്ള പുതച്ച് വീടിന്റെ ഉമ്മറത്ത് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും കടത്തുന്ന ഒരു ദിവസം. അത് മാത്രം ഓർത്താൽ മതി, അത് മാത്രം ഓർത്താൽ മതി. ഒക്കെ അവിടെ തീരും. അഹങ്കാരമൊക്കെ താനം പോകും. നമ്മളൊന്നുമല്ലാതെ ബോധ്യാകും. മനുഷ്യന്റെ ശൂന്യതയും അവന്റെ ദൗർബല്യവും അവിടെ ബോധ്യപ്പെടും. അതുകൊണ്ട് അതിന്റെ അതീവമായ ഗൗരവവും അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകണം. അതുകൊണ്ട് ഭീകരമായ നരകത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ് സാനിയൻ ബിതഖ്വല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമളാൻ സൂചിപ്പിച്ച പോലെ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച 23 മിനിറ്റോളം ചക്രവാളത്തിൽ ചന്ദ്രനുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ അത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ കാണുന്നു. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ഈദ് ആഘോഷം. ഈ ത്യാഗം ചെയ്ത വിശ്വാസികൾക്ക് ഈ വിട പറയുന്ന റമളാനിന്റെ ദുഃഖം മറക്കാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനത്തിന്റെ ഭാഗമായി ഈദ് മുസല്ലയിലേക്ക് നമ്മൾ പുറപ്പെടുന്നു. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇവിടെ കൂട്ടിൽ
നമ്മുടെ UP സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ മഹല്ല് സംയുക്തമായി നടത്തുന്ന ഈദ്ഗാഹ് 7:30 തന്നെ ആരംഭിക്കും. ഒന്നെടുത്ത് മുസല്ലയുമായി വരിക. 7:30 എന്നുള്ളത് ഒരു ടൈമാണ്. അത് 31 കഴിയില്ല, നിങ്ങൾക്കറിയാമല്ലോ. അതതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ ഓരോരുത്തരും വിലയിരുത്തുക. കാരണം കൊല്ലത്തിൽ ഈ മഹല്ലിൻ്റെ അതിരുകൾ ഒക്കെ കൂടി ഒന്ന് കൂടിച്ചേരുകയാണ്. കാഴ്ചപ്പാടുകൾ വിഭിന്നമാണ്. നമുക്ക് പിരിയാൻ എളുപ്പമാണ്. പിരിയാൻ കാരണങ്ങൾ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമുക്ക് കൂടിച്ചേരാനാണ് കൂടുതൽ കാരണങ്ങൾ. 99 കാരണങ്ങൾ എടുക്കാനാണ്, ഒരു കാരണം പിരിയാനാണ്. അതുകൊണ്ട് ആ പിരിയാനുള്ള കാരണത്തിൽ നമ്മൾ പിരിയരുത്. ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് ഈദ് എന്നുകൊണ്ട് സന്ദേശം ഉൾക്കൊള്ളുന്ന തന്നെ. എല്ലാവരും വരിക എന്നുള്ളതാണ്. ആണും പെണ്ണും വരിക എന്ന റസൂലുള്ള പറഞ്ഞത്. അന്ന് പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളോട് വരാൻ പറഞ്ഞു ഈദ്ഗാഹിലേക്ക്. അപ്പൊ ചോദിച്ചു, ഞങ്ങൾക്ക് ഹൈദ് പോലത്തെ ആർത്തവം പോലത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ ചിലർക്ക്, ഞങ്ങൾ എന്ത് ചെയ്യണം? അത് അടിവരട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങളും വരണം. കുന്ന ഉമിർന എന്നാണ് ആ ഹദീസിന്റെ തുടക്കം. ഞങ്ങളോടും വരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളോടോ നിസ്കാരത്തിൽ പങ്കെടുക്കണ്ട, ബാക്കി അവിടെ നടക്കുന്ന മുഴുവൻ ദുആകളിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. അതൊരു നാടിന്റെ പരിച്ഛേദമാണ്. അതൊരു ജനതയുടെ കൂട്ടായ ഒന്നിച്ചിട്ടുള്ള ഒരു കുറച്ചു നേരത്തെ ഇരുത്തവും പുഞ്ചിരിയും സ്നേഹവും പരസ്പരം പങ്കുവെക്കാനുള്ള മനുഷ്യന്റെ ഉള്ളിലെ വിചാരങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ആ ഒരു സന്ദർഭമാണ്. സാന്ദർഭികമായിട്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് സമയം വളരെ പ്രധാനമാണ്. 7:30 ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രിയപ്പെട്ടവർ കഷ്ടപ്പാടുകൾ, പ്രയാസം നിങ്ങൾക്ക് അനുഭവിക്കുന്നവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്. പെരുന്നാൾ വരുമ്പോഴും നോമ്പ് വരുമ്പോഴൊക്കെ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ രോഗിയേക്കാൾ ത്യാഗം ചെയ്യുന്നവന് ഒപ്പം ഒരാളുണ്ട്. അത് വലിയ പാടാണ്. നമ്മളെ പലപ്പോഴും അത് ആലോചിക്കാറില്ല. ഈ ഒപ്പം ആളുടെ ഒരു അയാൾക്ക് കഴിയും, പെരുന്നാളിന് പോകാൻ കഴിയും. അയാൾക്ക് രോഗിക്ക് കഴിയില്ല, രോഗി ഒരൊറ്റ കടത്ത. പക്ഷെ മറ്റാൾക്ക് അതല്ല, ഒപ്പം ഇരിക്കുന്ന ഒരാളുണ്ട്. അത് ചിലപ്പോൾ ഭാര്യയാകാം, അല്ലെങ്കിൽ മകനാകാം. ഈ ആഘോഷങ്ങളിലും ഈ നോമ്പിലും അതുപോലെ തന്നെ ഈ എല്ലാത്തിലും പങ്കെടുക്കാനുള്ള ശാരീരികമായ കരുത്തവർക്കുണ്ട്. പക്ഷെ അതെല്ലാം മറന്ന് ഇവിടെ സമർപ്പിതമാണ്. അള്ളാഹു ഉള്ളിൽ കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതുണ്ടെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇട്ടെറിഞ്ഞു പോവില്ലേ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. ഖുർആന്റെ ആയത്താ. അല്ലാഹ് ഉള്ളിൽ കരുണങ്ങൾ തന്നു, നിങ്ങളെ സ്നേഹം തന്നു അല്ലങ്ങളെ. അതുകൊണ്ടാണ് സഹിച്ച് ക്ഷമിച്ചിട്ട് എന്തുമേൽ വിഷമം സഹിച്ചിട്ട് ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പടച്ചോൻ എനിക്ക് ആരോഗ്യം തന്നത്. ചില സഹധർമ്മിണിമാര് പറയാറുണ്ട്. എന്താ കാരണം? അത്രയും പ്രയാസം രോഗം അവർക്കുണ്ടാകും. പക്ഷേ പടച്ചോൻ ഒരു അത്ഭുതമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ രോഗത്തിന്റെ കാര്യമാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് മധ്യേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, അതിന്റെ പിരിമുറുക്കം, അതെങ്ങിട്ട് എങ്ങനെയൊക്കെ തിരിയെന്നറിഞ്ഞൂടാ. ഊർജ പ്രതിസന്ധി വന്ന് തുടങ്ങുന്നു. ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ, പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ എന്താകുന്നൊന്നും പറയാൻ പറ്റൂല. ഒന്നുമില്ല, ജാഗ്രത മതി, ഭയം വേണ്ട എന്നൊക്കെ നമ്മൾ ഭംഗിവാക്ക് പറഞ്ഞാൽ പോലും അത് വന്നാ പിന്നെ നമ്മൾ എവിടെ എത്തുന്നു അറിഞ്ഞൂടാ. അതുകൊണ്ട് റബ്ബിന്റെ കാവൽ പ്രധാനമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നെടുവേർപ്പെടുന്ന നമ്മുടെ പ്രവാസി സഹോദരന്മാരുണ്ട്. കടലിന്റെ ഒരുപാട് അറ്റത്താണ് അവര്. നാടണഞ്ഞിട്ട് ചിലപ്പോൾ കാലങ്ങൾ കുറെ ആയിട്ടുണ്ടാകാം. അവരൊക്കെ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ട്. അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അക്രമികളായ ഭരണാധിപന്മാരെ അള്ളാഹു അവരെ തകർത്ത് തരിപ്പണമാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ച റബ്ബ് എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ റമളാൻ പരലോകത്ത് സാക്ഷി പറയുമ്പോൾ നമുക്ക് അനുകൂലമായി എന്തെങ്കിലും എന്ന് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ ഖുർആൻ പരലോകത്ത് സാക്ഷി പറയുമ്പോൾ അതും നമുക്ക് അനുകൂലമാകാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ റമളാനിലും ഒന്നിച്ച് നോമ്പ് തുറന്ന ആളുകളുണ്ട്. അവരാറടി മണ്ണ് കിടക്കുകയാണ്.
അള്ളാഹു അവരുടെ ഖബർ ജീവിതം സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദഖകൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ സക്കാത്തുകൾ, നമ്മുടെ സകല അമലുകൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ തറാവീഹ്, നമ്മുടെ രാത്രി നമസ്കാരം ഒക്കെ അള്ളാഹു അളവറ്റ പ്രതിഫലം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്ത് ഇസ്സത്തും അഭിമാനവും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുമ്പിലും അപമാനിതനാകുന്ന ദൗർഭാഗ്യത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമൂഹത്തിൽ മാന്യത, റബ്ബ് നമുക്ക് ഇട്ടുതന്നൊരു മാന്യത, അത് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകാൻ, നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചുറ്റുപാടും കാന്തവലയത്തോടെ ആകർഷിക്കുന്ന ഹറാമുകളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ അധർമ്മങ്ങളിൽ നിന്നും, ഫിത്നയിൽ നിന്നും, ഫസാദുകളിൽ നിന്നും നമ്മുടെ നാടിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات